കോട്ടയം കൂട്ടിക്കലിൽ ഉരുൾപൊട്ടൽ പറ്റിയ കാഴ്ചകൾ കണ്ടത് കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ പഞ്ചായത്തിലാണ്. കൂട്ടിക്കൽ മ്ലാക്കരയിൽ പാലം ഒഴുകി. തുടരുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. മ്ലാക്കരയിൽ ഒറ്റപ്പെട്ടത് 10-ലേറെ കുടുംബങ്ങളാണ്. എല്ലാവരും പേടിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. കേരളം കണ്ട മഹാദുരന്തങ്ങളിൽ ഒന്നായിരുന്നു 2021 പ്രളയം. മഴ വിതച്ച ദുരന്തങ്ങൾ കേരളക്കരയ്ക്ക് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. പ്രളയത്തിന്റെയും ഉരുൾപൊട്ടലിന്റെയും രൂക്ഷ പ്രശ്നങ്ങൾ നേരിട്ട മേഖലയായിരുന്നു കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ. 2021 ഒക്ടോബർ മാസം 16 ഉണ്ടായ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു പോയ 3 കുടുംബങ്ങളിലെ 19 പേരെ ജീവൻ മറന്ന് രക്ഷിച്ച വ്യക്തിയാണ് ജസ്റ്റിൻ ജോർജ്. ജീവകാരുണ്യപരമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഇദ്ദേഹത്തെ 78ാമത് സ്വാതന്ത്ര്യദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജീവൻ രക്ഷാ പതക് നൽകി ആദരിച്ചു. എൻ്റെ പേര് ജസ്റ്റിൻ ജോർജ്, കൂട്ടിക്കൽ ഇളങ്കാട് സ്വദേശിയാണ്. ഞാൻ 27th ബറ്റാലിയൻ മദ്രാസ് റെജിമെൻറ്റിൽ ആർമിയിൽ സേവനമനുഷ്ഠിച്ചാണ്. ഞങ്ങളുടെ ഈ ഗ്രാമം കോട്ടയം ജില്ലയിൽ കൂട്ടിക്കൽ എന്ന പ്രദേശമാണ്. കൂട്ടിക്കൽ സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിൻ്റെ താഴ്വാര ഭാഗത്താണ്. വാഗമണ്ണിൻ്റെ താഴ്വാര പറഞ്ഞാൽ വാഗമണ്ണിൻ്റെ ഉത്ഭവം വാഗമണ്ണിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആറാണ് നമ്മുടെ ഈ കൂട്ടിക്കലിലൂടെ തിരിഞ്ഞു പോകുന്നത്. ഈ ആറ് രണ്ടായിട്ട് കൂട്ടിക്കലിൻ്റെ ഇടതുവശം, അതായത് കൂട്ടിക്കൽ ഭാഗം ഈ കോട്ടയം ജില്ലയിൽ, ആറിൻ്റെ മറ്റൊരു ഭാഗം ഇടുക്കി ജില്ലയായിട്ട് രണ്ടായിട്ട് വേർതിരിഞ്ഞ് പോകുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗത്താണ് 2021 ഒക്ടോബർ മാസം 16 മഹാപ്രളയം ഉണ്ടായി. ഞാൻ ഭീമ നജീബ്, ഇതെൻ്റെ മക്കള്. ഞങ്ങൾ മുക്കുളം ജുമാ മസ്ജിദിനടുത്ത് ഒക്ടോബർ 16 ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു പോയവരാണ്. അന്ന് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഒരാഴ്ചയായിട്ട് മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് നിന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. 10-യോളം എടുത്തപ്പോൾ കുറച്ച് വെള്ളം ഇവിടെ ചെറിയൊരു കാന പോലെ ഒരു ഭാഗം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 10 ഒരു 10-20 കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ഇതിന് തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഷാലറ്റ്, ഫസലി എന്നിവരുടെ വീടുകൾ ചെറിയ തോതിൽ വെള്ളം ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നതായിരുന്നു. ചെറിയ തോതിൽ വെള്ളം വന്ന് കുറച്ചായപ്പോൾ അവർ മുകളിലോട്ട് പതുക്കെ മാറി നിൽക്കുകയും ഒരു 5 മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മലവെള്ളം കുതിച്ച് പാഞ്ഞു വരികയും ഒരു 10-15 മിനിറ്റുകൾക്കുള്ളിൽ പുറകിലുണ്ടായിരുന്ന ആറ് തിരിഞ്ഞ് മുകളിൽ നിന്ന് വന്ന മലവെള്ളത്തിനും ഇവിടെ താഴെ നിന്നുള്ള ആറ്റിലെ വെള്ളവും കൂടെ ഒഴുകി ഒന്നിച്ചിങ്ങനെ ചേർന്നതിന് ശേഷം മുൻവശത്ത് ഈ വീടുകളിരുന്ന ഭാഗങ്ങളിൽ ഒരു പുതിയൊരാറ് രൂപാന്തരപ്പെടുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങളൊന്ന് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം സംഭവങ്ങൾ നടന്നു. അതിനിടകൊണ്ട് ഷാലറ്റ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ വലിയൊരു മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും ആ മലവെള്ളപ്പാച്ചിലിൽ അദ്ദേഹം ഒഴുകി പോവുകയും ചെയ്തു. അവൻ മരിക്കാനിടയായി. പിന്നെ അവൻ്റെ വീട് പോയി, എൻ്റെ വണ്ടി വെള്ളത്തിൽ കൂടെ കുറേ നാശനഷ്ടം സംഭവിച്ചു. ഈ പുഴ ഈ ഒരു അവസ്ഥയല്ല. അപ്പോൾ ഈ പുഴ നമ്മൾ ഈ ഇരിക്കുന്ന സമയത്ത് ചിലപ്പം വെള്ളം നല്ല രീതിയിൽ വെള്ളം വരുന്ന വരാം. കാരണം മഴ പെയ്താൽ അറിയത്തില്ല, ഇവിടെ വെള്ളം വീഴുക അറിയത്തുള്ളൂ. ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഈ പുഴയിൽ കുറ്റമഴ പെയ്യുന്ന സമയത്ത് ഈ മല ഇടിഞ്ഞ് ആറ്റിലേക്ക് പതിക്കുകയും 6 ദിശ മാറി ഒഴുകി രണ്ടായിട്ട് പോവുകയും ഈ തുരുത്തിൽ ഒറ്റപ്പെട്ടാണ് ആൾക്കാരെല്ലാം കിടന്നത്, 20ഓളം പേര്. ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബം ഞങ്ങൾ 19 പേരടക്കം ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് ഓടിപ്പോവുകയും അവിടെ നിന്ന് തിരിച്ച് കുറേ നേരം ഇവിടെ തന്നെ നിന്ന് എങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വെള്ളത്തിന് മുമ്പിൽ ഞങ്ങൾ ഇത്രയും 19 പേരും പകച്ചു നിന്നു. ഏറ്റവും അവസാനം ഈ ഓരോരോ വീടുകൾ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ 4 വീടുകളോളം ഇവിടെ നശിച്ചു പോയി. ഓരോ വീട് വീഴുമ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിങ്ങനെ പകച്ചു നിന്നപ്പോൾ അക്കരെ നിൽക്കുന്നവരുടെ നിസ്സഹായാവസ്ഥ ഞങ്ങൾ കണ്ടതാണ്. അവർക്ക് ഇങ്ങനെ തൊട്ട് മുന്നിൽ പുതിയതായി രൂപാന്തരപ്പെട്ട ഒരു ആറാണ്. ആ ആറിൽ അവർക്കറിയില്ല അവർക്ക് എന്ത് ചെയ്യണമെന്ന്. ഇവർ നമ്മളെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അക്കരെ നിന്ന് നടത്തിയും ആദ്യമായി ആ വെള്ളത്തിൽ അകപ്പെട്ടു പോയൊരു കുടുംബമാണ് ഷാലറ്റിൻ്റെ. ആദ്യമേ അവരെ കയറ് കെട്ടി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അപ്പുറം കടത്താൻ ശ്രമിക്കുകയും അവരെ ആദ്യമേ വെള്ളത്തിൽ കടത്തിയതിന് ശേഷം ജസ്റ്റ് അടക്കമുള്ളവർ ഇക്കരയ്ക്ക് വെള്ളം കുറയുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹം അടക്കമുള്ളവർ ജീവൻ മരണം പണയം വെച്ചുകൊണ്ട് അവരിപ്പുറം കടക്കുകയും എങ്ങനെയാണ് ഞാനടക്കമുള്ള ഈ 19 പേരെയും അപ്പുറം കടത്താൻ പറ്റുന്നതെന്നും അത് അടുത്ത മലവെള്ളം മേഘവിസ്ഫോടനം നടന്നെന്ന് പറയുന്നത്. അതുപോലെ വളരെ ഒച്ചയും ഭയങ്കര ഇടിയും മിന്നലും മഴയും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നനഞ്ഞിട്ടുണ്ടായിരുന്നു. നനഞ്ഞു നിന്ന് ഞങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ അപ്പുറം കിടക്കാൻ വേണ്ടി വരികയും ഇപ്പുറത്ത് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഞങ്ങളെ ഇത് പുതിയതായി രൂപാന്തരപ്പെട്ട ഈ ആറിന് കുറുകെ
ഞങ്ങൾ അപ്പുറം കടത്തുകയും ചെയ്തു. ഈ കൂറ്റൻ മല ഇടിഞ്ഞ് വീഴുകയും ഈ ആളുകൾ ഒറ്റപ്പെട്ട് 3 വീട്ടിലെ കുടുംബങ്ങൾ ഒരു തുരുത്തൽ, ചുറ്റോട് ചുറ്റും വെള്ളം, ആൾക്കാരെ രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല വടങ്ങളിട്ട് മരങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടി ആൾക്കാരെ വലിച്ചു കെട്ടി, എന്നിട്ട് ആൾക്കാരെ കൂട്ടുകാരെ പലരുടെ സഹായത്തോടുകൂടി പല കൂട്ടുകാരൻ, അതായത് സാജിദ്, മാഹിന്, റാഷിദ്, നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട്, ജോർജിഷ്, കുക്കുട് എന്ന് പറഞ്ഞ പല ആൾക്കാർ, എല്ലാവരും കൂട്ടുകാരെല്ലാം കൂടി. കാരണം യുവജനങ്ങൾ, നമ്മുടെ ഈ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണ് നമ്മൾ ഈ യുവജനങ്ങളാണ്, നമ്മൾ ഈ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളെ സഹായിക്കാൻ എപ്പോഴും കൂടെ ഉണ്ടാകത്തുള്ളൂ. അപ്പം അവരെല്ലാം കൂടെ കൂടി നമ്മളെ നമ്മളെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി കൂടുതൽ മുൻകൈ എടുത്തു. അപ്പം അവരെ എല്ലാം വടം കെട്ടി ഞങ്ങളെ റെഡിയാക്കിയിട്ട് ഞങ്ങളെ ആൾക്കാർ വടത്തേൽ കെട്ടി അരയിൽ കെട്ടി അവരെ ഇക്കരെ കടത്തി വരും പലരും ചെയ്ത്. പിന്നെ പ്രായവരെ നമ്മൾ പിടിച്ച് ആ ഒരു കമ്പിട്ടിട്ട് അതെ പിടിച്ച് ഇക്കരെ കടത്തി അങ്ങനെ അവസ്ഥയായിരുന്നു. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റി. നമ്മുടെ ഇത്രയും കാലത്ത് ജീവിതത്തിനിടയ്ക്ക് ഇതുപോലെ പ്രളയം നമ്മുടെ നാട്ടിൽ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഇതുപോലെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതുപോലെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പിന്നെ വെച്ചാൽ അന്ന് നമ്മളെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെയുള്ള ആൾക്ക് എല്ലാം കൂടി ചെയ്ത് കൊടുക്കാൻ പറ്റി. ഒരു 11 മണിയോട് കൂടിയാണ് ഈ സംഭവിക്കുന്നത്, ഈ ഉരുൾ പൊട്ടുന്നത്. പിന്നെ ആ സമയത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് എത്താൻ പറ്റിയോണ്ട് ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാനും അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിച്ചു. ജസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ജസ്റ്റിനാണ് അന്ന് എന്ത് ചെയ്താണ് അപ്പുറത്ത് മറ്റുള്ളവരെ കടത്താമെന്ന് ആദ്യമേ പറഞ്ഞ് എന്ത് കാര്യത്തിനൊന്ന് ക്രോഡീകരിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റുള്ള നാട്ടുകാരും സഹകരിച്ചായിരുന്നു. ഞങ്ങൾക്കൊരു വഴി 2 പനയോ എന്തോ മരങ്ങളെല്ലാം വെട്ടിയിട്ട് അവർ പെട്ടെന്ന് തന്നെ ഒരു വഴി ഉണ്ടാക്കി തരികയും അടുത്ത വെള്ളം വരുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് കിടക്കണമെന്ന് പറഞ്ഞ് ഞാനടക്കമുള്ളവർ ജീവിതത്തിൽ ആദ്യ അനുഭവം ആകുമ്പോൾ ഞാനും എൻ്റെ കുട്ടികളടക്കം വളരെയധികം പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ വഴിയിൽ കൂടെ തന്നെ എങ്ങനെ കയറി പോകണമെന്ന് വ്യക്തമായ രീതിയിൽ ഇദ്ദേഹം പറഞ്ഞു തന്നു. കയറിൻ്റെ ഏത് ഭാഗത്താണ് പിടിക്കേണ്ടത്, എങ്ങനെയാണ് കടന്നുകൊണ്ട്. പക്ഷേ ഞങ്ങൾ ഈ 19 പേരും അന്നത്തെ മാനസികാവസ്ഥയിലായിരിക്കാം, എല്ലാവരും പേടിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് അതിൻ്റെ ഞെട്ടിൽ നിന്ന് ഞങ്ങൾ മുക്തരായിട്ടില്ല. ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ അന്നത്തെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത സങ്കടമാണ്. ഞങ്ങളുടെ ഒരു 2ാം ജന്മം എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം ഞങ്ങൾ മരണം മുന്നിൽ കണ്ടവരാണ്. ഇരച്ചത്തിൻ്റെ വെള്ളം തൊട്ട് മുമ്പ് വരെ സാധാരണ രീതിയിലുള്ള ഒരു കുഞ്ഞു വെള്ളമല്ല, മലവെള്ളം എന്ന് പറയുമ്പോൾ അത്രത്തോളം വെള്ളം ഇടിച്ച് വളരെ എന്താ പറയുക, എന്താണ് മുന്നിൽ ഞങ്ങൾക്ക് മുമ്പിൽ എന്താണ് സംഭവിക്കുന്നത് പോലെ ഞങ്ങൾ അറിയത്തില്ല നിന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ നേതൃത്വത്തിൽ ഒരു 6 മണി സന്ധ്യയാകാറായപ്പോഴാണ് ഞങ്ങളെ അപ്പുറത്ത് കടത്തുകയും ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് അപ്പുറത്ത് കടന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയിട്ട് ആ ഒരു പ്രളയം ഉണ്ടായി ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഇൻസിഡൻ്റ് ആയാലും ആ ഒരു മനുഷ്യനെ ഞാൻ രക്ഷപ്പെടുത്താതെ എന്നെ കൊണ്ടുവന്ന പറ്റുന്ന ഒരു സഹായം ചെയ്യാതെ ഞാൻ ആ പ്രദേശത്ത് നിന്ന് പോവത്തില്ല. ജസ്റ്റിൻ ജോർജ് 2021 ഒക്ടോബർ മാസത്തിലെ പ്രളയത്തിൽ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കലിലുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും പെട്ട 3 കുടുംബങ്ങളിലെ കുട്ടികൾ മാതാപിതാക്കൾ അടങ്ങുന്ന 20ഓളം പേരെ സ്വന്തം ജീവൻ മറന്ന് രക്ഷിച്ച ജസ്റ്റിൻ ജോർജിനെ ധീരതയുടെയും സ്നേഹത്തിന്റെയും സേവന സന്നദ്ധതയുടെയും അംഗീകാരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജീവൻ രക്ഷാ പദക് നൽകി ആദരിക്കുന്നു. കേരളത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ച 2024 വയനാട് ദുരന്തത്തിലും ജസ്റ്റിൻ ജോർജ് സേവന സന്നദ്ധതയുടെയും ആത്മാർത്ഥതയുടെയും കരുത്തായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു.